ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പ്രസന്റ് ഈസ് പ്രസന്റ് എന്ന ഡ്രാമയുടെ അടുത്ത എപ്പിസോഡുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. എന്നാൽ വായോ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ അവൾ വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ ഇപ്പോൾ മരിക്കുമെന്ന് വിചാരിക്കുന്ന സമയത്ത് വെള്ളത്തിലോട്ട് ചാടുന്നു. അവിടെ കട്ട് ചെയ്താൽ 2025 വേനെ കാണിക്കുന്നു. പാസ്റ്റിലുള്ള കാര്യങ്ങളെല്ലാം മാറുന്നത് കൊണ്ട് തന്നെ അതിലുള്ള മെമ്മറീസ് എല്ലാം ഇവന് വരുന്നു. സിയ വെള്ളത്തിൽ വീഴുന്നതും വെള്ളത്തിലോട്ട് എടുത്തു ചാടുന്നതും എല്ലാ കാര്യങ്ങളും ഇവന് ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ അവൾ ഇനിയും മരിച്ചില്ലേ, അവൾ ഇപ്പോൾ ജീവനോടെ തന്നെ കാണും, ഫ്യൂച്ചറിൽ അവൾ ഉണ്ടാകും എന്നും പറഞ്ഞ് അവൻ ഓടിപ്പോകാൻ നിൽക്കുമ്പോൾ ഷാങ് അവനെ തടയുന്നു. നീ ഇപ്പോൾ എങ്ങോട്ട് പോകുന്നു? ഞാൻ സിയയെ കാണാൻ വേണ്ടി പോവാണ്, അവൾ ഇപ്പോൾ ജീവനോടെ തന്നെ കാണും, എന്നെ വിട് എന്നും പറഞ്ഞ് അവൻ പോകാൻ നിൽക്കുന്നു. നിങ് പറയുന്നു, നീ എന്ത് വിചാരിച്ചിട്ടാണ്? അവൾ മരിച്ചിട്ടിപ്പോൾ 1 വർഷമാകുന്നു. ദയവ് ചെയ്തിട്ട് നീ അവളെ മറന്നിട്ട് നിന്റെ ജീവിതം ജീവിക്കാൻ തുടങ്ങിക്കൂടെ? എന്ത്, അവൾ മരിച്ചുപോയോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെയും നിങ് പറയുന്നു, 1 വർഷത്തിന് മുമ്പ് ഇതേ ദിവസമാണ് അവളെ ഒരാൾ കൊലപ്പെടുത്തിയത്. അത് നീ മറന്നുപോയോ? എന്ത്, കൊലപ്പെടുത്തിയെന്നോ എന്നും പറഞ്ഞ് അവൻ ചിന്തിക്കുന്നു. അത് എന്താണെന്നാൽ സിയ അവളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാകും, അവനും അവളുടെ കൂടെ പോയിട്ടുണ്ടാകും. പക്ഷെ അതിനുശേഷം ആരോ ഒരാൾ അവളെ വന്ന് കൊലപ്പെടുത്തും. ഇതും ആലോചിച്ച് അവൻ അയ്യോ ഞാൻ ഇനി എന്ത് ചെയ്യും എന്നും പറഞ്ഞ് ടൈം നോക്കുന്നു. മാർച്ച് 22-ാം തീയതി 12 മണിക്കാണ് അവൾ മരിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ സമയം 10 മണി. അവൻ പറയുന്നു, ഇനി 2 മണിക്കൂറും കൂടിയേ ഉള്ളൂ, അവളെ ഞാൻ ഇനി എങ്ങനെ രക്ഷപ്പെടുത്തും? ഇവിടെ ഇങ്ങനെ ഇവൻ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ നമ്മുടെ സിയ ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ്. എന്ത് പറ്റിയെന്ന് അവളിങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിലും അവൾക്കൊന്നും ഓർമ്മ വരുന്നില്ല. അവളടുത്ത് വന്ന് ചോദിക്കുന്നു, ഹേയ് നിനക്കൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ? ഇവൾ അതിന് മറുപടിയൊന്നും പറയാതെ അവനെ തന്നെ നോക്കി നിൽക്കാണ്. അപ്പോൾ അവിടേക്ക് ഉടനെ നിങ് വരുന്നു. എന്നിട്ട് അവളടുത്ത് ചോദിക്കുന്നു, നീ ഓക്കെ അല്ലേ? നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ഹാ, ഞാൻ ഓക്കെയാണ് എന്ന് അവൾ മറുപടി കൊടുക്കുന്നു. നീ ഇപ്പോൾ എഴുന്നേറ്റില്ലെങ്കിൽ അവൻ ആ ഭയത്തിൽ ചത്തുപോയേനെ എന്ന് നിങ് പറയുന്നു. എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവൾ ചോദിക്കുമ്പോൾ നീ ഇതൊന്ന് കണ്ടു നോക്കൂ എന്നും പറഞ്ഞ് നിങ് ആ വീഡിയോ കാണിക്കുന്നു. അതിൽ വെള്ളത്തിലോട്ട് ചാടുന്നതും അവൻ അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതുമായിരുന്നു. ഇത് കണ്ട സിയ അവന്റെ അടുത്ത് വളരെയധികം നന്ദി പറയുന്നു. അപ്പോൾ അവൻ നിങ്ങിന്റെ അടുത്ത് ചോദിക്കുന്നു, ശരി നീ അവിടെയുള്ള CCTV ക്യാമറ പരിശോധിച്ചോ? ആരാണ് അവളെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടതെന്ന് കണ്ടുപിടിച്ചോ? നിങ് പറയുന്നു, എനിക്കറിയില്ല, ഞാൻ പോകുന്നതിന്റെ മുമ്പ് അത് ആരോ ഡിലീറ്റ് ചെയ്തു, ഇനി ഞാൻ പോയി അത് റിക്കവർ ചെയ്ത് കൊണ്ടുവരണം. ഇതൊക്കെ കേട്ട് സിയ പറയുന്നു, അതിന്റെ ഒന്നും ആവശ്യമില്ല, എന്നെ വെള്ളത്തിലോട്ട് തള്ളിയിട്ടത് ആരാണെന്ന് എനിക്കറിയാം, അത് മറ്റാരുമല്ല ഷൗ തന്നെയാണ്. ഇത് കേട്ട് അവരൊക്കെ ഷോക്കായി. അവൻ പറയുന്നു, ഷൗവോ? അവൻ എങ്ങനെ അവിടെ വന്നു? അവൻ എന്തിനാ നിന്നെ കൊലപ്പെടുത്താൻ നോക്കിയത്? ഇതിനൊക്കെ എന്തായിരിക്കും കാരണം എന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ പറയുന്നു, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ വെള്ളത്തിൽ വീണ കാര്യം നിങ്ങൾക്കെങ്ങനെ മനസ്സിലായി? അത് ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നതാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു സെക്യൂരിറ്റി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു എന്നും പറഞ്ഞ് ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നു. സെക്യൂരിറ്റി പറയുകയാണ്, നിങ്ങളുടെ കൂടെ ഒരു മാഡം വന്നിരുന്നില്ലേ? അവർ കുറെ നേരത്തിന് മുമ്പേ ഇവിടെ നിന്ന് പോയി. അത് കേട്ടപ്പോൾ എന്താണ്, അവൾ പോയോ എന്ന് ചോദിക്കുന്നു. അതെ, അവർ പോയി, പക്ഷെ എന്താണ് സംഭവിച്ചതെന്നറിയില്ല, അവർ പെട്ടെന്ന് ഉള്ളിലേക്ക് ഓടി വന്നു എന്നിങ്ങനെ സെക്യൂരിറ്റി പറഞ്ഞത് കേട്ട് അവൻ അവളെ അന്വേഷിക്കാൻ പോകുന്നു. അതിനിടയിൽ സ്വിമ്മിംഗ് പൂളിൽ അവളുടെ കയ്യിലിരുന്ന ആ ടാഗ് കിടക്കുന്നത് അവൻ കണ്ടു. അത് വെച്ചാണ് നീ വെള്ളത്തിലുണ്ടെന്ന കാര്യം ഞാൻ കണ്ടുപിടിച്ചത്. ഹോ, ആ ടാഗ് ഞാൻ എടുത്തില്ലായിരുന്നെങ്കിൽ എന്ന് അവളിങ്ങനെ ഓർക്കുന്നു. പക്ഷേ സാർ, എനിക്ക് വലിയൊരു പ്രശ്നമുണ്ട്, എൻ്റെ ഫോൺ കാറിൽ വെച്ചിട്ടാണ് ഞാൻ വന്നത്, നമുക്ക് വേഗം പോയി അതെടുത്താലോ എന്ന് അവൾ ചോദിക്കുന്നു. വേണ്ട വേണ്ട, ഇപ്പോൾ വലിയൊരു പ്രശ്നം ഒഴിഞ്ഞു നിൽക്കുകയാണ്, അതിനുള്ളിൽ നമ്മൾ അവിടെ പോയാൽ തീർച്ചയായും അടുത്ത പ്രശ്നം വരും, അതുകൊണ്ട് ഇപ്പോൾ കാർ എടുക്കണ്ട. അവൾ പിന്നെയും നിർബന്ധം പിടിക്കുന്നു. ഇല്ല സാർ, ആ ഫോൺ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവരുടെ സംസാരം കേട്ട് നിങ് പറയുന്നു, ഓ ശരി, നീ ഇങ്ങനെ കഷ്ടപ്പെടണ്ട, ഞാൻ പോയിട്ട് കാർ എടുത്തോണ്ട് വരാം, അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഓക്കെ ആകും എന്നും പറഞ്ഞ് നിങ് അവിടെ നിന്ന് പോകുന്നു. ഇവിടെ പുറത്ത് ഷാങ് നിൽക്കുന്നുണ്ട്. അവിടെ നിങ് വന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? പിന്നെ ഇവിടെ നിൽക്കാതെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നീ പാർക്ക് ചെയ്തു വെച്ചിരിക്കല്ലേ, നിന്നെ വെയിറ്റ് ചെയ്യാതെ വേറൊരു മാർഗവും എനിക്കില്ല. ഓ അതാണോ കാര്യം? ശരി, നിങ്ങൾ വെറുതെ ഇരിക്കുകയാണോ? എന്നാ വാ, നമുക്ക് കഫേയിലേക്ക് പോകാം. അവൾ ഇങ്ങനെ പറയുമ്പോൾ എന്ത്, കഫയിലേക്കോ? എന്തിന്? അതെ, ഞാൻ ഇന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചില്ല, എനിക്ക് വല്ലാതെ വിശക്കുന്നു. കൂടെ നിന്റെ സുഹൃത്ത് വേറെ, അവന്റെ കാർ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. നീ ഇത് പിടിക്ക് എന്നും പറഞ്ഞ് അവളുടെ ബൈക്കിന്റെ കീ അവന്റെ കയ്യിൽ കൊടുത്ത് അവൾ നേരെ കാർ എടുക്കാൻ വേണ്ടി പോകുന്നു. ഹേ, നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അവൻ ചോദിക്കുന്നത് കേട്ട് വേറെ എങ്ങോട്ട്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. നീ എൻ്റെ ബൈക്ക് എടുത്തോണ്ട് പോയി ആ ഹോട്ടലിൽ കാണുന്ന നിന്റെ സുഹൃത്തിന്റെ കാർ എടുത്തോണ്ട് വാ, എന്താ ഓക്കെ അല്ലേ എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. ഇവിടെ ഷാങ്, എന്ത്,
ഞാൻ ബൈക്ക് ഓടിക്കണമോ? എനിക്കതിന് ബൈക്ക് ഓടിക്കാൻ അറിയില്ലല്ലോ. എങ്ങനെയൊക്കെയോ അവൻ ആ ഹോട്ടലിൽ പോയി കാറിൽ കയറിയിരിക്കുന്നു. അപ്പോഴാണ് ഒരു ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം അവൻ കേൾക്കുന്നത്. അതെടുത്ത് അവൻ ഹലോ എന്ന് ചോദിക്കുന്നു. അപ്പുറത്തു നിന്നും അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. അത് കേട്ട് ഇവൻ ഷോക്കായി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഈ സമയം സിയെ വീട്ടിൽ വിടാനായി വേയും കൂടെ എത്തുന്നു. ശരി, ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് പോകുന്നു. അവൻ പോകാൻ തുടങ്ങിയെങ്കിലും അവന് പോകാൻ ഒട്ടും മനസ്സില്ലാത്ത പോലെ കാണാം. ഉടനെ തന്നെ അവൻ സിയ എന്ന് വിളിക്കുന്നു. ആ സമയത്ത് തന്നെ അവൾ പുറത്തോട്ട് വരുന്നുണ്ട്. രണ്ടുപേരും എന്ത് സംസാരിക്കണമെന്നറിയാതെ പരസ്പരം നോക്കി ചിരിക്കുന്നു. വേ ചോദിക്കുന്നു, അതൊക്കെ പോട്ടെ, നീ വീട്ടിലോട്ട് പോകണമെന്ന് പറഞ്ഞ് ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയതല്ലേ, പിന്നെ എന്തിനാണ് നീ തിരികെ വന്നത്? ഇത് കേട്ട അവൾ, അത് പിന്നെ ആ ഷൗ ഉള്ളിലോട്ട് വരുന്നത് കണ്ടപ്പോ. എന്ത്, നീ പേടിച്ചു പോയോ? അവൻ ചോദിക്കുന്നത് കേട്ട് അവൾ പറയുന്നു, അതെ, ഞാൻ പേടിച്ചുപോയി. അവൻ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോന്ന് ഞാൻ പേടിച്ചുപോയി. അവരിങ്ങനെ സംസാരിക്കുമ്പോൾ അവൻ്റെ ഫോണിലോട്ട് ഷാങ് വിളിക്കുകയാണ്. അവൻ ഫോൺ എടുത്ത് ഹലോ എന്ന് പറയുമ്പോൾ ഷാങ് പറയുകയാണ്, ഡാ നോക്ക്, നീ അവളെ അവളുടെ വീട്ടിൽ വിടല്ലേ, അവൾക്ക് അവിടെ എന്തോ പ്രശ്നമുണ്ട്, നീ വേഗം അവളെ വിളിച്ചോണ്ട് അവിടുന്ന് പോ. ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ആരോ അവളുടെ വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നത് അവൻ കാണുന്നു. അവൻ അവളെ പെട്ടെന്ന് പുറത്തോട്ട് വലിച്ച് അകത്ത് കയറി നോക്കുന്നുണ്ടെങ്കിലും ആ വന്നയാൾ അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവൾ ചോദിക്കുന്നു, അതാരായിരിക്കും? എന്നാൽ എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നത് അത് ഷൗ ആയിരിക്കുമെന്നാണ് എന്ന് അവൻ മറുപടി കൊടുക്കുന്നു. ഇങ്ങോട്ട് നോക്ക്, ഇനി മുതൽ നീ ഈ വീട്ടിലിരിക്കണ്ട, നീ ഇവിടെ ഇരിക്കുന്നത് സേഫ് അല്ല. ഷൗവിനെ അറസ്റ്റ് ചെയ്യുന്നത് വരെ നീ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. വാ, നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം എന്നും പറഞ്ഞ് നേരെ അവർ രണ്ടുപേരും വേയുടെ വീട്ടിലോട്ട് വരുന്നു. അങ്ങനെ അവൻ്റെ വീടിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അവൾ പറയുന്നു, ഇപ്പോൾ എന്താണ്, ഇവിടെ താമസിക്കാനാണോ നിങ്ങൾ പറയുന്നത്? അല്ലാതെ വേറെ എന്താണ് ചെയ്യുക? ഈ പ്ലേസ് വിട്ടാൽ ഇത്രയും സേഫ് ആയിട്ടുള്ളൊരു പ്ലേസ് നിനക്ക് വേറെയുണ്ടോ? അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷാങ് അങ്ങോട്ട് കാർ എടുത്തുകൊണ്ട് വരികയാണ്. ഇവനെ കണ്ടിട്ട് വേ ചോദിക്കുന്നു, എന്താടാ നീ വരുന്നത്? നിങ്ങല്ലേ വരേണ്ടത്, അവളെവിടെ പോയി? അതൊക്കെ പോയി നീ ആ നിങ്ങിനോട് തന്നെ ചോദിക്കേ എന്നും പറഞ്ഞ് സിയാന്റെ അടുത്ത്, ഇന്നാ നിന്റെ ഫോണ് പിടിക്കേ. അവൾ ഷാങ്ങിനോട്, വളരെ നന്ദി. അതൊക്കെ പോട്ടെ, നിങ്ങൾ എങ്ങനെയാ അവിടെ പ്രശ്നമുണ്ടെന്ന കാര്യം കൃത്യമായി വിളിച്ചു പറഞ്ഞത്? നിന്റെ ഒരു സുഹൃത്താണ് എന്നെ വിളിച്ചു പറഞ്ഞത് നിനക്കെന്തോ പ്രശ്നമുണ്ടെന്ന്. ഇത് കേട്ട അവൾ, ഓ അങ്ങനെയാണോ എന്ന് പറയുമ്പോൾ വേ ചോദിക്കുന്നു, ഏത് സുഹൃത്താണ് അങ്ങനെ വിളിച്ചു പറഞ്ഞത് എന്ന് പറഞ്ഞ് ഷാങ്ങിനെ ഒരുമാതിരി നോക്കുന്നു. എന്നിട്ട് ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നത് ഷാങ് ആ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്യൂച്ചറിലുള്ള വേ സംസാരിക്കുന്നു, ഇങ്ങോട്ട് നോക്കൂ സിയ, നിനക്ക് വലിയൊരു പ്രശ്നമുണ്ട്, നീ ദയവ് ചെയ്ത് വീട്ടിലേക്ക് പോകരുത്, നിനക്ക് അവിടെ പ്രശ്നമുണ്ട് എന്ന് അവൻ പറയുന്നത് കേട്ട് ഷാങ് ചോദിക്കുന്നു, ഹലോ, എന്താ പറ്റിയേ, എന്ത് പ്രശ്നമാണ് ഷിയാക്കുള്ളത് എന്നിങ്ങനെ ഇവൻ ചോദിക്കുമ്പോൾ ഫ്യൂച്ചറിലുള്ളവേ, ഷാങ് നീയാണോ സംസാരിക്കുന്നത്? നീ പെട്ടെന്ന് സിയാനെ വിളിച്ച് കാര്യം പറയേ, അവളെ കൊല്ലാൻ വേണ്ടി ആ വീട്ടിൽ ഒരാളുണ്ട്. ഇത് കേട്ടപ്പോൾ ഷാങ്, അതൊക്കെ നിങ്ങൾക്കെങ്ങനെ അറിയാം? എനിക്കെല്ലാം അറിയാം, നീ ഒന്ന് വിശ്വസിക്കേ, നിന്നെക്കുറിച്ചും എനിക്ക് നന്നായി അറിയാം. നീ ഇതുവരെ ഒരു പെൺകുട്ടിയായിട്ട് പോലും ഒരു റിലേഷൻഷിപ്പിലും ഉണ്ടായിട്ടില്ല, നീ ഒരു കട്ട ബ്രഹ്മചാരിയാണെന്ന് അവൻ പറയുന്നു. ഇതൊക്കെ ഓർത്തുകൊണ്ട് സിയാന്റെ അടുത്ത് ഷാങ് ചോദിക്കുന്നു, അതെ, നിന്റെ ആ സുഹൃത്തില്ലേ, അത് ശരിക്കും ആരാണ്? അദ്ദേഹത്തിന് എന്നെക്കുറിച്ചൊക്കെ എങ്ങനെ അറിയാം? അതെൻ്റെ നെയ്ബറാണ്. ഞാൻ നിങ്ങളെക്കുറിച്ചൊക്കെ നല്ല ധാരാളം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതായിരിക്കും അദ്ദേഹം നിങ്ങളോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. അങ്ങനെ സിയ പറയുന്നത് കേട്ട്, ഓ അങ്ങനെയാണോ എന്നും പറഞ്ഞ് അവനൊന്ന് മൂളുന്നു. ശരി സിയ, നീ ഇനി അകത്തോട്ട് പോ എന്ന് പറഞ്ഞ് വേ അവളെ അകത്തോട്ട് വിടുന്നു. അവൾ അകത്തോട്ട് പോയതും വേ ഷാങ്ങിനെ നോക്കിക്കൊണ്ട്, ഡേ, ആരാണ് ആ ഫ്രണ്ട്? ആരായിരിക്കും അത്? അതൊന്നും എനിക്കറിയില്ല, ഞാൻ കുറച്ചു നേരം വീടിനകത്ത് പോയി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വരാം. എന്ത്? അതൊന്നും നടക്കില്ല, നീ ഇവിടെ നിന്ന് പോയിക്കേ എന്നും പറഞ്ഞ് ഷാങ്ങിനെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ നോക്കുന്നു. കറക്റ്റായി ആ ടൈമിൽ നിങ് കാറും എടുത്തോണ്ട് വരുന്നു. ഹോ, ഇപ്പോഴെങ്കിലും നീ എൻ്റെ കാർ ഒന്ന് കൊണ്ടുവന്നല്ലോ. അത് കേട്ട് നിങ്, ഒരുപാട് സന്തോഷിക്കല്ലേ, നീ ഈ കാർ ഓടിച്ചോണ്ട് പോകുമ്പോൾ എന്നെയും കൂടെ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണം. എന്നിട്ട് അവൾ പിന്നെയും കാറിലോട്ട് കയറിയിരിക്കുന്നു. ഷാങ് ഇവിടെ നിന്ന്, ഓ ഇതിനും കൂടെ ഇനി സഹിക്കണല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കാറിൽ കയറിയിരിക്കുന്നു. അങ്ങനെ അവർ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഷാങ് ചോദിക്കുന്നു, നമ്മളെന്തോ തെറ്റായ വഴിയിലൂടെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? എന്താ മോനെ, നമ്മൾ രണ്ടുപേർക്കും ഇത്ര വയസ്സായില്ലേ, നമ്മളെങ്ങനെയാ തെറ്റായ വഴിയിലൂടെ പോവുക? നമ്മൾ ശരിയായ വഴിയിലൂടെ തന്നെയല്ലേ പോകുന്നത് എന്നും പറഞ്ഞ് അവൾ അവനെ ഫ്ലേട്ട് ചെയ്യാൻ നോക്കുന്നു. മതി മതി, ഇത്രയും വലിയൊരു പെണ്ണായിട്ടും ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? നീ ഒന്നും മിണ്ടാതിരിക്കേ എന്ന് പറയുമ്പോൾ അവൾ, ഓ ഷാങ്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്നും പറഞ്ഞ് അവൾ അവൻ്റെ അടുത്തേക്ക് വരുന്നു. അവനാണെങ്കിലോ പേടിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവൾ പറയുന്നു, എനിക്കറിയാം നിനക്ക് പേടിയാണല്ലേ, നീ വേനോട് എത്രയൊക്കെ ഉപദേശങ്ങൾ കൊടുത്താലും നീ ഇതുവരെയും ആരെയും പ്രേമിച്ചിട്ടില്ല. നീ കാണുന്ന ഡ്രാമകളിലുള്ള സീനുകളൊക്കെ കോപ്പി അടിച്ച് നീ അവന് പറഞ്ഞു കൊടുക്കുന്നതല്ലേ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അവന് ശരിക്കും പേടി
പേടിയുണ്ട്. എന്നാലും അവൻ പറയുന്നു, ഹേയ് അല്ലല്ലോ, എനിക്കൊന്നിനെയും പേടിയൊന്നുമില്ല. ഇത് കേൾക്കുമ്പോൾ അവൾ വീണ്ടും അടുത്തേക്ക് വന്ന്, സത്യമായിട്ട് ശാന്ത്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്നും പറഞ്ഞ് അടുത്തോട്ട് വരുന്നു. എന്നിട്ട് പതുക്കെ അവൻ്റെ ചെവിയിലോട്ട് ഊതുന്നു. ഇതൊക്കെ കണ്ടവൻ പേടിച്ചെന്നെയാണ് നിൽക്കുന്നത്. എന്നിട്ട് അവൾ പറയുന്നു, ചുമ്മാ ഞാൻ നിന്റെ കൂടെ വെറുതെ കളിച്ചതാണ്, നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഇവിടെ സിയ ചെന്ന് വേൻ്റെ അടുത്ത് ചോദിക്കുന്നു, ഹേയ് ഇങ്ങോട്ട് നോക്കൂ, നിങ്ങളടുത്ത് മേക്കപ്പ് റിമൂവർ ഉണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കൊന്ന് തരുമോ? എൻ്റെ അടുത്തോ മേക്കപ്പ് റിമൂവറോ? ഹേയ് ഞാൻ ആണാണ്, പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സാധനങ്ങളും ഈ വീട്ടിലില്ല എന്നവൻ പറയുമ്പോൾ, ഹേയ് അഭിനയിക്കല്ലേ, നിങ്ങളുടെ വീട്ടിലേക്ക് കുറെ പെണ്ണുങ്ങൾ വരാറുള്ളതല്ലേ? ഉടനെ അവൻ, ഞാൻ നിന്റെ അടുത്ത് ഇപ്പോൾ വ്യക്തമായി തന്നെ പറഞ്ഞു തരാം, അവരെല്ലാവരും ജസ്റ്റ് അഭിനയിക്കുന്നവർ മാത്രമാണ്. എൻ്റെ കൂടെയുള്ളതുപോലെ അഭിനയിക്കുമെന്നല്ലാതെ അവർക്കും എനിക്കും യാതൊരു ബന്ധവുമില്ല. അവരൊന്നും എൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുമില്ല. ഇപ്പോൾ നിനക്ക് മനസ്സിലായോ? ഓ ശരി ശരി, ഞാൻ വിശ്വസിക്കുന്നു എന്നും പറഞ്ഞ് അവൾ ഉള്ളിലേക്ക് പോകുന്നു. അപ്പോൾ അവൻ, ഹോ ഒരുവിധം ഞാനൊരു ഉത്തമനാണെന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുത്തു എന്നും പറഞ്ഞ് അവൻ അകത്തേക്ക് വന്ന് ഷാങ്ങിനെ കോൾ ചെയ്യുന്നു. ഡാ, നീയാണല്ലോ എനിക്ക് റിലേഷൻഷിപ്പിന് വേണ്ടിയുള്ള ഐഡിയകളൊക്കെ തരാറുള്ളത്, എനിക്കിപ്പോൾ ഒരു ഐഡിയ താ എന്നിവൻ ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഷാങ്, ഡേ ഐഡിയ ചോദിക്കാനുള്ള സമയമാണോടാ ഇത്? നിനക്കെപ്പോഴും അവളെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ, നിന്റെ ഫ്രണ്ടിനെ കുറിച്ച് ഒരു ചിന്തയുമില്ല. അത് കേട്ടുവേ, എന്താ അങ്ങനെ എന്താ നിനക്ക് സംഭവിച്ചത്? ഡേ എൻ്റെ കാറിൽ ഇപ്പോൾ പെട്രോൾ ഇല്ലടാ, ഈ പാതിരാത്രി എങ്ങോട്ട് പോകണമെന്നറിയാതെ നടു റോട്ടിൽ നിൽക്കുകയാണ് ഞാൻ. അത് കേട്ടുവേ, ഓ അങ്ങനെയാണോ? പക്ഷേ എന്തെങ്കിലും ഒരു അഡ്വൈസ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു താടാ എന്ന് പിന്നെയും ചോദിക്കുന്നു. ഇല്ല, നിനക്കൊരു അഡ്വൈസും പറഞ്ഞു തരുന്നില്ല, നീ ഒന്ന് പോ എന്ന് ദേഷ്യത്തോടെ ഷാങ് പറയുന്നു. ഡാ, നീ എനിക്ക് എന്തെങ്കിലും അഡ്വൈസ് പറഞ്ഞു തന്നാൽ ഞാൻ നിനക്ക് വേണ്ട സഹായം ചെയ്യാമെന്ന് കരുതി എന്ന് പറയുന്നത് കേട്ട് ഷാങ്, എന്ത് സഹായം ചെയ്യാമെന്നോ? എന്നാൽ ശരി, ഞാൻ പറഞ്ഞു തരാം. ഞാൻ നിനക്ക് 2 അഡ്വൈസ് പറഞ്ഞു തരാം. യഥാർത്ഥത്തിൽ ഇതെൻ്റെ ഫ്രണ്ടിന് സംഭവിച്ചതാണ്. നീ ആദ്യം അവളെ അടുത്ത് പോയിട്ട് നിന്റെ ഇഷ്ടം തുറന്നു പറയണം. അതല്ലെങ്കിൽ നീ അവളുടെ ചെവിയുടെ അടുത്തോട്ട് പോയിട്ട് പതുക്കെ ഒന്ന് ഊതണം. എന്നിട്ട് അവളോട് നിന്റെ ഇഷ്ടം തുറന്നു പറയണം. ഇത് കേട്ടുവേ, എന്ത് ചെവിയിൽ ഊതണോ? അതേടാ, ചെവിയിൽ ഊതണം, എന്നാലേ ഒരു റൊമാൻറ്റിക് ഫീൽ വരുള്ളൂ. നീ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അവൻ കോള് കട്ട് ചെയ്തതിന് ശേഷം ഇരുന്ന് ആലോചിക്കുന്നു, ഇത് വർക്കൗട്ട് ആകുമോ? ഇവിടെ സിയ ഫ്രിഡ്ജിൽ നിന്ന് ജ്യൂസ് എടുക്കാൻ പോകുമ്പോൾ അവൻ ഷാങ് പറഞ്ഞതുപോലെ അവൾ അടുത്തോട്ട് പോകുന്നു. സിയ പേടിച്ച് അവളുടെ കയ്യിലിരുന്ന സാധനങ്ങളൊക്കെ താഴെ ഇടുന്നു. എന്നിട്ട് അവൻ്റെ അടുത്ത് അവൾ പറയുന്നു, കുറച്ചെങ്കിലും ഒന്ന് ഒച്ച വെച്ചൂടായിരുന്നോ? അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിച്ചൂടായിരുന്നോ? ഇങ്ങനെ സൈലന്റ് ആയിട്ട് വന്നത് എന്തിനാണ് എന്നും ചോദിച്ച് അവൾ താഴെയുള്ളതെല്ലാം ക്ലീൻ ചെയ്യാൻ പോകുമ്പോൾ അവൻ പിന്നെയും അവളുടെ ചെവിയിലോട്ട് പോയി ഊതുന്നു. അവൾ പേടിച്ചുകൊണ്ട്, നിങ്ങൾക്ക് എന്താ വട്ടാണോ? ഇപ്പോൾ എന്തിനാ നിങ്ങൾ എൻ്റെ ചെവിയിൽ വന്ന് ഊതിയത്? ഓ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യണമെന്നാണോ? എന്നാൽ നിങ്ങൾ ക്ലീൻ ചെയ്തോളൂ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. അയ്യോ അതങ്ങനെ ഫ്ലോപ്പായി പോയല്ലോ എന്നോർത്തുകൊണ്ട് അവൻ അവിടെ നിൽക്കുന്നു. നൈറ്റ് ആയതിനു ശേഷം രണ്ടുപേരും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ വേ അവളെടുത്ത് പറയുന്നു, ഞാൻ ഇതുവരെ ആർക്കും ഫുഡ് വെച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ അവൾ, ശരി വിടൂ, വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്കായി കുക്ക് ചെയ്തു തരാം. ഇല്ല ഇല്ല വേണ്ട, നീ കുക്ക് ചെയ്യണ്ട. ഒരു പെണ്ണിനെ കുക്ക് ചെയ്യാൻ വിട്ടിട്ട് അതൊരു പയ്യൻ നോക്കിയിരിക്കുന്നത് അതത്ര ശരിയല്ല. എൻ്റെ അച്ഛൻ എൻ്റെ ചെറിയ വയസ്സിൽ നിറയെ ഫുഡൊക്കെ വെച്ചു തരുമായിരുന്നു. ഞാനെല്ലാം നോക്കി നിൽക്കാറുമുണ്ടായിരുന്നു. നിനക്ക് വേണ്ടി വേണമെങ്കിൽ ഞാൻ അതൊക്കെ ട്രൈ ചെയ്തു തരാം. പക്ഷെ ഒരു കാര്യം ഓർമ്മ വെച്ചോണം, ഇതുവരെ ഈ വീട്ടിലോട്ട് ആരും വന്ന് എൻ്റെ കൈകൊണ്ട് ഫുഡ് വെച്ച് കഴിച്ചിട്ടില്ല. അതുകൊണ്ട് നീ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അവൾ മറുപടി കൊടുക്കുന്നു, മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മാത്രമാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ആദ്യമായി കഴിക്കാൻ പോകുന്നത്. ഓക്കെ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നവൾ പറയുമ്പോൾ അവനൊരു കാര്യം ആലോചിക്കുന്നു. ചെറുതിലേ ഇവന്റെ വീട്ടിലേക്ക് വന്ന് ഫുഡൊക്കെ വെച്ച് കഴിക്കാറുണ്ടായിരുന്നു. അവന് വേണ്ടി നൂഡിൽസും ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു. അതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് ഇപ്പോൾ മാത്രമല്ല എപ്പോഴും എൻ്റെ വീട്ടിലേക്ക് വരുന്ന പെണ്ണ് നീ മാത്രമാണ് എന്നും പറഞ്ഞ് അവർ കഴിക്കാൻ വേണ്ടി തുടങ്ങുന്നു. അപ്പോൾ അവൾ പറയുന്നു, സാർ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെയാണ് ചെയ്യുന്നത്. അതെനിക്ക് നന്നായി അറിയാം. അതിനെനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇത് കേട്ട് അവൻ ചിരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് അവൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷാങ് പറഞ്ഞിട്ടുണ്ടാകുമല്ലോ ചെവിയിൽ പോയി ഊതിയിട്ട് പ്രപ്പോസ് ചെയ്യണമെന്ന്. അതുപോലെ കയ്യിൽ ആ ഷവർ പൈപ്പ് വെച്ചിട്ട് അങ്ങനെ ഊതാമെന്ന് കരുതി അടുത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് വെള്ളം മുഖത്തേക്ക് തന്നെ അടിക്കുന്നു. പാവം നമ്മുടെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവന്റെ അവസ്ഥ. കുളി കഴിഞ്ഞു വരുമ്പോൾ ഷൗ സിയാനെ ആക്രമിക്കുന്ന വീഡിയോ നിങ് അവൻ ഇട്ടുകൊടുക്കുന്നു. ആ വീഡിയോ കണ്ട അവൻ, ഷൗവിന് എന്തായിരിക്കും പ്രശ്നം? ഷൗ എന്തിനാണ് ഇവളെടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തായിരിക്കും അവൻ്റെ ഉദ്ദേശം എന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്നവനിങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മളുടെ ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നു. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക.